ഹലോ. ഞാനിപ്പോൾ വന്നതേ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായി സോഷ്യൽ മീഡിയയിൽ. കുറേ കുറേ സ്ത്രീകൾ പ്രതികരിച്ച ഒരു സംഭവങ്ങളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മോശമായി വീഡിയോസ് ഇടുന്ന കുറേ സ്ത്രീകളുടെ കാര്യങ്ങളാണ് അതിൽ ഞാൻ കേട്ടത്. ശരിയാണ്, ഞാനും കണ്ടിട്ടുണ്ട്. മോശമായി നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റണില്ല. ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ കളസം ഇട്ടിട്ടും ഷെമ്മി ഇട്ടിട്ടും പിന്നെ മൊട്ടയ നൈറ്റി ഇട്ടിട്ടും ഒക്കെ മോശമായ രീതിയിലൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. ചിലർക്ക് ഡ്രസ്സ് മാറണത് എന്തെന്നാ ഈ കിടന്ന് കാണിച്ചു കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നശിപ്പിക്കണത് ഈ ഒരു കൂട്ടം പെണ്ണുങ്ങൾ. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇത് കാണണേനെ, കുട്ടികളെ മനസ്സൊക്കെ മാറണ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഇടുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ആൻറ്റിമാരോടാണ്. ആൻറ്റിമാരെ എന്ന് വിളിക്കോളൂ, ആരും പേരെടുത്ത് ഞാൻ വിളിക്കണില്ല. പേരെടുത്ത് പറയുമ്പോൾ അയ്യോ എൻ്റെ പേര് പറഞ്ഞില്ല എന്നും പറഞ്ഞ് നിങ്ങൾക്ക് വഴക്കായിരിക്കും. അതുകൊണ്ട് എല്ലാ ആൻറ്റിമാരോടും എനിക്ക് പറയാനൊന്നേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രസ്സ് മാറുന്നതും നിങ്ങൾ ഈ ഇത്തിരിയില്ലാത്ത ഡ്രസ്സ് 1 മീറ്റർ കൊണ്ട് തുണി കൊണ്ട് തയ്ച്ച ഡ്രസ്സൊക്കെ ഇട്ട് എന്തിനാ ഇങ്ങനെ വേഷം കിട്ടുന്നത്? നിങ്ങൾക്കും മക്കളും ഭർത്താക്കന്മാരൊക്കെ ഉള്ളതല്ലേ? അതുങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കേണ്ടതല്ലേ? നിങ്ങൾ എന്തിനിങ്ങനെ വേഷം കിട്ടുന്നത്? എനിക്കൊന്നേ പറയാനുള്ളൂ, മോശമാണ് കേട്ടോ ഈ കാണിച്ചു കൂട്ടുന്നത്. ഈ പണത്തിന് വേണ്ടി ഇങ്ങനെ തരം താഴാൻ പാടില്ല ആരായാലും. പിന്നെ ഇതിനു മുമ്പ് പ്രതികരിച്ച ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണ ചില നരമ്പ് രോഗികൾ നമ്മളെ വന്ന് തെറി പറയുമെന്ന്. അങ്ങനെയുള്ള നരമ്പ് രോഗികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഇങ്ങോട്ടൊക്കെ വന്ന് തെറി പറഞ്ഞാൽ കേൾക്കേണ്ട തെറിയാണ് ഞാൻ കേൾക്കും. നല്ല തൊലിക്കട്ടിയുള്ളതാ. പക്ഷെ തിരിച്ച് ഞങ്ങൾ പറയണം, നീയൊക്കെ കേൾക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചേട്ടന്മാർ ആ സ്ത്രീകളുടെ എന്തിനെങ്ങനെ മോശം വരിക? ചേട്ടന്മാരുടെ വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്കും അതേ തന്നെ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും അവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവില്ല. ചേട്ടന്മാർ ഇങ്ങനെ അവർക്ക് സപ്പോർട്ട് തന്നിട്ട് അയ്യോ അടിപൊളിയാണ്. ഇപ്പം ചേട്ടന്മാർ തന്നെയല്ല, ഒരു കൂട്ടം പെണ്ണുങ്ങളും ഉണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് സപ്പോർട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു സ്ത്രീൻ്റെ വീഡിയോ കണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ നിങ്ങൾ കാണാൻ ചെല്ലാതിരുന്നാൽ മതിയില്ലേ, കാണുന്ന ആൾക്കാർ കണ്ടോട്ടേന്ന്. അപ്പം തന്നെ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയതാണ് ആ സ്ത്രീ പറയണേൽ. പക്ഷെ ഞാൻ പറയണേണ്, ഇങ്ങനെയുള്ള സ്ത്രീകളുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറം ഇവിടെ കാണും. സപ്പോർട്ട് ചെയ്യാൻ കുറേ പെണ്ണുങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ കുറേ പെണ്ണുങ്ങളുണ്ട്. അവരുടെ വീട്ടിലെ ആണുങ്ങൾ പോകുമ്പോൾ അവർക്ക് അതിൻ്റേതായ വേദന ഉണ്ടാവുള്ളൂ. അപ്പോൾ പറയും എൻ്റെ വീട്ടിലെ ആണുങ്ങൾ പോകുമെന്ന് ഞാൻ പറയില്ല. എൻ്റെ വീട്ടിലെ ആണുങ്ങൾ പോകില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാനിത് പ്രതികരിക്കാൻ വന്നത്. അപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, അവരുടെ മനസ്സൊക്കെ നമുക്ക് ചൊരിഞ്ഞെടുക്കാൻ പറ്റുമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഉള്ളതാണ്. ആരൊക്കെ എന്തിലൊക്കെ കയറണമെന്ന് പറയാൻ പറ്റില്ല. നമ്മളെ മനസ്സിലൊരു വിശ്വാസമാണ് നമ്മളെ വീട്ടിലെ ആൾക്കാർ പോകില്ല എന്ന്. എൻ്റെ ഒരു വിശ്വാസം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഒരു കൂട്ടം പെണ്ണുങ്ങൾ ഇതിനെതിരായിട്ട് അങ്ങ് ഇറങ്ങാൻ പോണേ, കച്ച മുറുക്കി കെട്ടി അങ്ങ് ഇറങ്ങാൻ പോണേ. നിങ്ങളെക്കൊണ്ട് പറ്റാവുന്നത് നിങ്ങൾ ചെയ്തു. തെറി വിളിക്കാൻ കൂടി വന്നാൽ തെറി വിളിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇത് അങ്ങോട്ട് അടച്ചു പൂട്ടാൻ നോക്കും. അത്രയല്ലേ നിങ്ങൾ ചെയ്യുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് വീണ്ടും ഇതാകാൻ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അപ്പോൾ അതുകൊണ്ട് നാണമുണ്ടെങ്കിൽ ഇത് നിർത്തി വീട്ടിൽ പോ പെണ്ണുങ്ങളെ. ഈ സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ അഴിഞ്ഞാടണം നല്ലത്. ഈ ഒരുത്തിയാണെങ്കിൽ എന്താണ് അവളെ പ്രായത്തിനനുസരിച്ചല്ല കൊഞ്ചിപ്പ് കൂടണത്. അതിന് കൊച്ചു പിള്ളേരാ ഇതിലും നല്ല കുഞ്ഞു പിള്ളേരിട്ടുണ്ട് നടക്കും.
പൊടിക്കുഞ്ഞുങ്ങളെ ഡ്രസ്സാണ് അവൾ ഇട്ടുകൊണ്ട് നടക്കണത്. അവൾ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരെ കാണിച്ചിട്ട് എന്ത് നേടാനാണ്? അതിലും ഭേദം അവളെ ഭർത്താവിനെ കൊണ്ട് കാണിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടും. ആ പൈസക്ക് വേണ്ടി അവൾ നാളെ ഒരു ദിവസം വേറെ രീതിയിലും മൊത്തം അയച്ചിട്ട് കാണിക്കും. എന്തെന്നാണ് പെണ്ണുങ്ങൾ ഈ കിടന്ന് കാണിച്ചു വിട്ടുന്നത്? അപ്പോൾ അതുകൊണ്ട് ചേച്ചിമാരെ, ആൻറ്റിമാരെ, ഈ പരിപാടി അങ്ങ് നിർത്തിപ്പോയിക്കോ. നടക്കൂല ഇനി കേട്ടോ.